ഞെട്ടിച്ച വെഞ്ഞാറമുട്ടിലെ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തുവരുന്ന സമയം കൂടിയാണ്. വെഞ്ഞാറമുട്ടിൽ പ്രവർത്തിക്കുന്ന ഹാർഡ്വെയർ കടയിൽ നിന്നാണ് കൊലപാതകങ്ങൾ നടത്താനുള്ള ചുറ്റിക വാങ്ങിയതെന്നാണ് പ്രതി അഫാൻ നൽകിയിരിക്കുന്ന മൊഴി. വെഞ്ഞാറമൂട് തേമ്പാമൂട് റോഡിൽ പ്രവർത്തിക്കുന്ന ആണ്ടവർ ഹാർഡ്വെയർസിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയത്. എന്നാൽ കട ഉടമ ഇയാളെ ഓർക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് മേശിരി തട്ടാറില്ലേ, അവരൊന്ന് വാങ്ങുന്ന സാധനമാണ്. അതെ, എന്റെ ഓർമ്മയില്ലെങ്കിൽ അടുത്തെങ്കിലും പോയി അങ്ങനെ പോകുന്നില്ല. നമുക്ക് അറിയാവുന്നതാണ് കാര്യം, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കാര്യം. ഇതിപ്പോ എങ്ങനെയാണ് കാര്യം, നമ്മളില്ലാ സമയത്തോ കാര്യം അത്ഭുത സമയത്തോ നല്ല രണ്ടുപേരും ഉണ്ടായിരുന്നതാണ് അല്ലേ, നല്ല റഷീദൊന്നും ഇല്ല. അഭിലാഷ് വിവരങ്ങളുമായി ചേർന്നു. അഭിലാഷ്, ഈ താൻ ഉള്ളപ്പോൾ അങ്ങനെ ഒരു വിൽപ്പന നടന്നിട്ടില്ല എന്ന് കടയുടമ പറയുന്നു. അപ്പോഴും രണ്ടുപേര് കട ജോലിക്കാരുണ്ടായിരുന്ന സമയത്ത് നടന്നിട്ടുണ്ടോ എന്ന് അറിയുകയില്ല എന്ന് പറയും. ഇതറിയാനുള്ള രേഖകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെസിപ്റ്റുകളോ ഒക്കെ അവിടെ കാണില്ലേ? ഇന്നലെയാണ് ഈ ചുറ്റിക വാങ്ങിയതെന്ന് പറയുന്നത്. അതിലൊരു സംശയമുണ്ടോ അത് സംബന്ധിച്ച്? പോലീസിനോട് പ്രതി അഫാൻ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് വെഞ്ഞാറമൂട്ടിൽ നിന്നും പ്രതിയുടെ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയിലുള്ള ഈ ആണ്ടവർ സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് ചുറ്റിക വാങ്ങിയത് എന്നാണ് മൊഴി നൽകിയത്. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കടയുടമയോട് ചോദിക്കുമ്പോൾ ഇന്നലത്തെ ദിവസം ഈ പ്രതിയുടെ എത്തിയിട്ടില്ല എന്നും പ്രതിയെ നേരത്തെ കണ്ടിട്ടില്ല എന്നും കടയുടമ പറയുന്നുണ്ട്. ഈ കടയിൽ 2 ജീവനക്കാരുണ്ട്. ഇവരും ഈ പ്രതിയെ ഇന്നലത്തെ ദിവസങ്ങളിൽ ചുറ്റിക വാങ്ങിയിട്ടില്ല എന്നാണ് അറിയുന്നത്. മാത്രമല്ല ഈ ഒരു പ്രായത്തിൽപ്പെട്ട ആരും എത്തിയിട്ടില്ല എന്നുകൂടി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ എത്തിയിട്ടില്ല എന്നുകൂടി ഈ സ്ഥാപനത്തിലെ ജീവനക്കാരും ഈ സ്ഥാപനത്തിന്റെ ഉടമയും മൊഴി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ പരിശോധന, അതായത് CCTV ഇല്ല, എന്നാൽ തൊട്ടടുത്ത് തന്നെ CCTV ക്യാമറകളുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇതിലൊരു തീർപ്പ് കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ പണയം വെച്ചു സ്വർണം, ഇന്നലെ അവിടെ നിന്നും എടുത്ത കമ്മൽ ഉൾപ്പെടെയുള്ള സ്വർണം പണയം വെച്ചത് വെഞ്ഞാറമൂട്ടിലെ ഒരു സ്ഥാപനത്തിലാണെന്ന് പോലീസിനോട് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരും അത് നിഷേധിക്കുകയാണ്. ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ടെന്നും, എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഇയാൾ അഫാൻ ഇവിടെ എത്തിയിട്ടില്ല, പണയം വെച്ചിട്ടില്ല എന്ന രീതിയിലാണ് ഇവർ പ്രതികരിക്കുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത പറയണമെങ്കിൽ പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കണം. എന്നാൽ ഈ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും ബാക്കി ചോദ്യം ചെയ്യലും പുരോഗമിച്ചു വരുന്നതിനാൽ ഈ സ്ഥാപനങ്ങളിൽ തന്നെ പോലീസ് എത്തിയിട്ടോ അവരോട് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്തായാലും അതിനുശേഷമായിരിക്കും കൂടുതൽ വ്യക്തത വരുന്നതാണ്. അഭിലാഷ് പറയുന്നത് ഈ വെഞ്ഞാറമൂട്ടിലെ മണിമുറ്റത്ത് നിധി എന്ന സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ചു എന്നാണ് അഫാന്റെ മൊഴി. ഇന്നലെ മുത്തശ്ശിയിൽ നിന്ന് കമൽ കവരുന്നു, അത് പണയം വെച്ചു, അങ്ങനെ ചുറ്റിക വാങ്ങിച്ചു. പക്ഷെ ഇത് മുൻപ് ഇവിടെ പണയം വെച്ചിട്ടുണ്ട്, പക്ഷെ ഇന്നലെ പണയം വെച്ചിട്ടില്ല എന്ന് സ്ഥാപന അധികൃതർ പറയുകയാണ് ചെയ്തത്. അഭിലാഷ്, ഇതിനും രേഖകൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ചുറ്റിക ഉള്ള ബാഗിൽ ചുറ്റികയുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഒരു പൊരുത്തക്കേട് വരുന്നതേ ചില പ്രശ്നങ്ങളാണ്. അഭിലാഷ്, ഈ കടയുടമകൾ പറയുന്നത് പൂർണ്ണമായും ആ തരത്തിൽ തന്നെയാണോ? ഇതിലൊരു വലിയ സംശയങ്ങൾ ബാക്കി നിർത്തുന്ന രീതിയിലാണോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിപ്പോ ഈ പോലീസിനോട് പ്രതി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ എത്തിയതും ഈ 2 സ്ഥാപനങ്ങളിലെയും ജീവനക്കാരെയും ഉടമയെയും ഒക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചത്. എന്നാൽ തുടക്കത്തിലുള്ള ഒരു പരിഭ്രമം കൊണ്ടായിരിക്കാമെന്ന് കരുതുന്നു ഈ സ്ഥാപന ഉടമകൾ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ജീവനക്കാർ